ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഗോതമ്പ് സർവത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലുള്ള സാധനം വേണ്ടി എടുത്തുവച്ചതാണ്. 3 കിലോ ഗോതമ്പ്, 3 പാക്ക് പാല്, അണ്ടിപ്പരിപ്പ്, കറാമ്പട്ട, ഏലക്കായ്, മുന്തിരി, പെരുംജീരകം, നല്ല ജീരകം, ശർക്കര 5 കിലോന്, ഒരു തേങ്ങ ഇങ്ങനെ ചെറിയതായി കൊത്തി അരിഞ്ഞത്, 4 തേങ്ങ ചിരവി പാല് പിയ്യാനുള്ളതാണ്, നെയ്യ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഗോതമ്പൊന്ന് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട്. ഇത് ഗോതമ്പൊന്ന് 2-3 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം പാർന്ന് ഒരു അരമണിക്കൂർ കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കഴുകി ഇനി വെള്ളം ഒഴിച്ച് ഇവിടെ വെക്കുന്നുണ്ട്. ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. ഇനി പാലെടുക്കാൻ പോവുകയാണ്. ഇത് ഫസ്റ്റത്തെ പാലാണ്. ഇത് 2ാം പാലാണ് കേട്ടോ. തേങ്ങാപ്പാല് പീഞ്ഞ് എടുത്ത് വെച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചാണ്. തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് റെഡി ആയിക്കണം. ഈ പായസത്തിന് ഗോതമ്പ് വന്നിട്ട് അയക്കാൻ നമുക്ക് ഒഴിച്ചെടുക്കാം. ശർക്കര ഉരുക്കിയതാണിത്. ശർക്കര ഞാൻ അരിച്ച് പാരണയിലിട്ടോ, ഉരുക്കി വെച്ചതാണ്. ശർക്കര ഉരുക്കിയത് പാലാണ്, ഉരുക്കി വെച്ചതാണ്. ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പാലിനിട്ടത്. നന്നായിട്ട് എടുത്ത് പാരാൻ കഴിയില്ല, പോകൂലേ. പെരുംജീരകവും നല്ല ജീരകവും പട്ടയും ഏലക്കായും കൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കി പൊടിച്ചിട്ട് ലാസ്റ്റ് അതിലിടാനുള്ള കുറച്ച് തേങ്ങ അരക്കാൻ എടുക്കുന്നുണ്ട്. അതിക്ക് പെരുംജീരകവും ഈ കൂട്ടിയ സാധനങ്ങളൊക്കെ അതിലോട്ട് അരക്കി അതും ഇതൊക്കെ ലാസ്റ്റ് പായസമായിട്ട് വരണം. നല്ല ജീരകം, ഉള്ളി ഇടാണ്ട് നന്നായിട്ട് ഈ പൊടി അതിലിട്ട് പൊടിച്ച് വെച്ചതാണല്ലോ നമ്മൾ. അതങ്ങ് ഇട്ട് കാറ്റ് ഇരിക്കുകയാണ് കേട്ടോ. അരച്ചതും പൊടിച്ചതും ഇട്ടാണ്
തേങ്ങൻ്റെ ഫസ്റ്റ് പാലാണ് പായസം റെഡി. തേങ്ങ നല്ല ചോന്നില്ല, നല്ല ചോപ്പായിട്ടാ. അതിൽ അണ്ടിയിട്ട് മുന്തിരി കൂടി ഇട്ട് ഒന്ന്